ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രകൃതി സംരക്ഷണം. സോ എവിടെ നോക്കിയാലും കൊടും ചൂടാണ്, വെയിലാണ്, ഗ്ലോബൽ വാർമിംഗ് ആണ്. സോ നമ്മളെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് കുറെ വാഴ നട്ടു. സോ വാഴ കൊലച്ചാൽ എല്ലാവർക്കും പഴം പുഴുങ്ങി തിന്നാം. ടെസ്റ്റ് ക്രിക്കറ്റിന് പോലും നാണക്കേടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ്. ടെസ്റ്റ് ലീഗ് ഉണ്ടെങ്കിൽ അതിൽ പോലും അവരെടുക്കില്ല. അത്രയും ഒരു തേമ്പിയ കളിയായിരുന്നു. സോ മുംബൈ ഇന്ത്യൻസിനെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, KKRനെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പവർ പ്ലേയിൽ കളിക്കാൻ അറിയില്ല പറഞ്ഞിട്ട്. KKR 6 ഓവർ 36 എടുത്തു ആൻഡ് മുംബൈ 6 ഓവർ 28 എടുത്തു. നമ്മൾ എടുത്ത് 6 ഓവർ 28, 10 ഓവർ 43, 12 ഓവർ 50. ടെസ്റ്റ് ക്രിക്കറ്റിന് വരെ നാണക്കേട്. സോ ടോസ് കിട്ടി, ഗുജറാത്ത് പറഞ്ഞു മക്കളെ ചെന്നൈ സൂപ്പർ കിങ്സ് പോയി ബാറ്റ് ചെയ്യുന്നു. അവര് പോലും വിചാരിച്ചിട്ടുണ്ടായാലും ഇജാതി തേമ്പിയ ബാറ്റിംഗ് ആയിരിക്കുന്നത്. ഓക്കെ, കണ്ടീഷൻസ് ടഫാണ്, പിച്ച് ചിലപ്പോൾ ടഫാണ്. എന്നാലും ഇജാതി ഒരു കളി ആർക്കെങ്കിലും കളിക്കാൻ പറ്റും? 120 ബോളിൽ 120 റണ്ണ് പോലും എത്തില്ല വിചാരിച്ചു. സഞ്ജു സാംസണും അതേപോലെ തന്നെ നമ്മുടെ ഋതു അണ്ണനും കൂടി ഓപ്പണിംഗ് ഇറങ്ങി. ഫസ്റ്റ് ഓവറിൽ തന്നെ സഞ്ജു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു സിറാജ് ബോൾ ചെയ്യുമ്പോൾ. സഞ്ജുവിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്ര തവണ ആൾക്ക് രക്ഷിക്കാൻ പറ്റും ടീമിൽ? ഇതെന്താ വൺ മാൻ ആർമിയോ? സഞ്ജു പോയി, ഋതുരാജ് 2 ഫോറൊക്കെ അടിച്ച് ഒരു ഫോമിൽ നിൽക്കുകയായിരുന്നു. ടീം ലൈനപ്പ് ഒക്കെ കണ്ടപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. കാരണം ഊർവിൽ പട്ടേൽ ഉണ്ട് ഇൻസ്റ്റെഡ് ഓഫ് സർഫറാസ് ഖാൻ. റബാഡെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, ഒരു അടിപൊളി ഫോറൊക്കെ അടിച്ചു. അടുത്ത ബോളിൽ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, അടിച്ചു പോയി. സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കളിക്കാൻ കണ്ടത്തിലെ പിള്ളേരുടെ ഒപ്പം അല്ല കളിക്കുന്നത്. യു ആർ ഫേസിങ് റബാഡ. ഒരു ബോൾ അടിച്ചു, ഓക്കെ, എന്തിനാണ് ഇത്ര ധൃതി? ശരി, ഊർവിൽ പട്ടേൽ അടിക്കാൻ നോക്കിയിട്ട് പോയി. അടുത്ത ബോളിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സർഫറാസ് ഖാൻ വരുന്നു. പിന്നെ എന്തിനാണ് അവ സർഫറാസ് ഖാൻ ടീമിന്റെ പുറത്തിരുത്തിയത്? അത് കാരണം മുകേഷ് ചൗധരിക്ക് ടീമിൽ പ്ലേസ് ഇല്ല. ഇതൊക്കെ ഫ്ലെമിങ്ങിന്റെ മണ്ടേ തന്നെ വരും. എന്തുകൊണ്ട് ബ്രവിസിനെ ആ സമയത്ത് ഇറക്കിക്കൂടാ? ഇതിൽ കൂടുതൽ നാണക്കേടൊന്നും ആവില്ല. സർഫറാസ് ഖാൻ ഒരു ബോൾ 0 പോയി. മാക്സിമം പോയ ബ്രവിസും അങ്ങനെ ഔട്ടായിട്ടുണ്ടാവും. എന്നാൽ പോലും ബൗളിംഗിൽ മുകേഷ് ചൗധരി വന്നിട്ടുണ്ടാവും. ഇത് എന്തോ പവർ പ്ലെയർ അല്ലെ, ഇമ്പാക്ട് പ്ലെയറും വന്നു. സർഫറാസ് ഖാൻ പോയി, നേരെ വന്നു നമ്മുടെ ബ്രവിസ് ആണ്. എത്ര 8 ബോളിൽ 9 ബോളിൽ 2 റൺ. ബ്രവിസ് എനിക്ക് തോന്നുന്നു ആളുടെ കരിയറിൽ പോലും ഇത്രയും വൃത്തികെട്ടായിട്ട് കളിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ മര്യാദയ്ക്ക് 6 അടിക്കാൻ പോലും ആർക്കും പറ്റില്ല. അതിന്റെ ഇടയിൽ നോ ലുക്ക് 6 അടിക്കാൻ നോക്കിയിട്ട് അണ്ണനും ചായ കുടിക്കാൻ കയറിപ്പോയി. ഈ കളിയിൽ ആകെ നന്ദി പറയേണ്ടത് 2 പേരുടെ അടുത്ത്. ഒന്ന് ഋതു 38 ബോളിൽ 18 എന്നൊക്കെ എടുത്തപ്പോ ദേഷ്യം വന്നു, പല്ല് കടിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ആളുടെ ഒരു 50-60 റൺ ഇല്ലെങ്കിൽ RCBയേക്കാളും നാണം കെട്ടായിരുന്നു. 49 ചിലപ്പോൾ ഓൾ ഔട്ട് ആയിരുന്നു. അത്രയും കിടു ബാറ്റിംഗ് ലൈനപ്പാണ് ഉള്ളത്. കടവുളാണ് അണ്ണ, ഋതു അണ്ണ. നിങ്ങൾ തോറ്റാലും കുഴപ്പമില്ല, നാണക്കേടിന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദി പറയേണ്ട ഓവർട്ടന്റെ അടുത്താണ്. 6 ബോളിൽ 18 എന്തോ അവസാനം വന്നിട്ട് ഫയർ വർക്ക് ഒക്കെ നടത്തി അണ്ണനും പോയി. പിന്നെ നന്ദി പറയേണ്ടത് ഗുജറാത്തിന്റെ അടുത്താണ്. ഡൂബെ 6 നിൽക്കുമ്പോ ക്യാച്ച് വിട്ടു ബട്ട്ലർ. പിന്നെ ഡൂബയുടെ ക്യാച്ച് സായി സുദർശൻ വിട്ടു, അതേപോലെ തന്നെ സിറാജ് വിട്ടു. എന്നാ ഞാൻ വിചാരിച്ചു ഇന്ന് ദൂബയുടെ ദിവസമായിരിക്കുന്നു. 2 കുറ്റിയും പൊഴുത അണ്ണന്റെ പാട്ടിനും പോയി. ഇജാതൊരു പടുവാഴ എനിക്ക് എന്തിനാണ് ടീമിൽ എടുത്തിരിക്കുന്നത്? ഹി കാൺ ബാറ്റ്, ഹി കാൺ ബോൾ, ഹി കാൺ ഫീൽഡ്. പിന്നെ എന്തിന്? പിന്നെ കാർത്തിക് ശർമ്മ 24 കോടിയുടെ മുതൽ കാർത്തിക് ശർമ്മ വന്നു. കാർത്തിക് ശർമ്മ അടിച്ച ക്യാച്ച് നേരത്തെ പിടിക്കേണ്ടതാണ്. റാഷിദ് ഖാനും വേറെ ഒരുത്തരും കൂടി മുഖാമുഖം നോക്കി നിൽക്കുന്നു. എന്തേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയ? അതുകൊണ്ട് ഒരു 4 കിട്ടി. പിന്നെ അണ്ണനൊരു 6 എന്തോ അടിച്ചു, അണ്ണനും പോയി. ഋതു ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് 150 ഒക്കെ എത്തി. അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ, കണ്ടീഷൻസ് ഒക്കെ ഇത്ര ടഫ് ആണല്ലോ, ഗുജറാത്തിന് ചിലപ്പോൾ പൊട്ടിക്കാൻ പറ്റുന്നു. ഫസ്റ്റ് ഓവർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി സിമ്പിൾ ആയിട്ട് അവര് ജയിക്കുന്നു. ആ സായി സുദർശനൊക്കെ ഒന്ന് വേഗം ഔട്ടായി പൊക്കൂടെ? ചെക്കൻ എജാദി കളി. നൂർ അഹമ്മദിന്, അക്കൽ ഹുസൈൻ എല്ലാത്തിനും എടുത്തിട്ട് വറുത്തെടുത്തു. അടിപൊളി കളി അവരും കളിച്ചത് ഈ വിക്കറ്റിൽ തന്നെയല്ലേ. ഗില്ലൊക്കെ ആദ്യം തന്നെ അടിക്കാൻ തുടങ്ങി, എത്രയും പെട്ടെന്ന് കളി തീർക്കണം. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സിമ്പിൾ ആയിട്ട് അവർ ജയിക്കും. 15-16 ഓവർ ആകുമ്പോഴേക്കും അവർ ജയിച്ചു. ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? വളരെ ഒരു വൃത്തികെട്ട ഞായറാഴ്ച, നല്ലൊരു ഞായറാഴ്ച കൊണ്ട് കൊളാക്കാൻ പറ്റൂ, കൊളാക്കി തന്നു. ഈ കളി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. 2 പോയിന്റ് കിട്ടിയെന്ന് വെച്ചാൽ ഒരു 4ാമത്തെ പൊസിഷൻ 5ാമത്തെ പൊസിഷനിലേക്ക് ഒന്ന് കയറി ഒന്ന് സ്റ്റേബിൾ ആയി നിൽക്കായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, യോഗമില്ല അമ്മണിയെ പായ അങ്ങോട്ട് മടക്കി വെച്ചോ. ഇതിപ്പോ ആരെ കൊണ്ടുവന്ന? സഞ്ജു സാംസൺ കളിച്ചില്ല വെച്ചാ ടീം തേമ്പിയ അവസ്ഥ. അതാണ് പറയാനുള്ളത്. എത്ര കാലം സഞ്ജുവിനെ വിശ്വസിച്ചിരിക്കാൻ പറ്റും? ആയുഷ് മാത്രമേ പോയി, അതിന് പകരം ഊർവിൽ പട്ടേൽ വന്നു. ഊർവിൽ പട്ടേലിന്റെ പണി അടിക്കുക തന്നെയാണ്. ആൾ അടിക്കാൻ നോക്കി, ആള് പോയി. പിന്നെ സകല എണ്ണത്തിന് അടിക്കണം, അടിച്ചാ പോവാ തന്നെ. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇപ്പൊ 3 വിക്കറ്റ് ഒക്കെ പോയി.
ഇവർക്ക് സിംഗിൾ ഇട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കിക്കൂടെ? അതിന് മാത്രം ഡോട്ട് ബോൾ എന്തിനാണ് കൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ടക്ക് രണ്ട് മുട്ടിയിട്ട് ഓടിക്കൂടെ? ഇൻസ്റ്റന്റ് ടക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. ബ്രെവിസും ഋതുരാജും ആ സമയത്ത് ടക്ക് പറഞ്ഞിട്ട് നിൽക്കാതെ ഓരോ സിംഗിൾ ഇട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ടുവേർഡ്സ് 16-17 ഒക്കെ ആകുമ്പോൾ അടിച്ചാ പോരെ? ഇതാ മറ്റേ 12 ഓവർ 50 എത്തിയില്ലേ, അത് ഉണ്ടാക്കിയ ഒരു പ്രഷർ ചില്ലറയൊന്നുമല്ല. ഇല്ലെങ്കിൽ മാക്സിമം ഒരു 170 180 ചിലപ്പോൾ എത്തിയാലും ജയിക്കൊന്നുമില്ല, കാരണം ഇവന്മാർ സിമ്പിൾ ആയി അടിച്ച് വിട്ടു. സ്റ്റിൽ അവർക്കൊരു പ്രഷർ ഉണ്ടാവും. ഇത് എത്ര ബോളാ അവര് നൊട്ടി കളിച്ചത് എന്നറിയൂ. ആൻഡ് ബ്രെവിസ് കംപ്ലീറ്റ്ലി ഫോം ഔട്ട് ആണ് ഇപ്പോ. ആള് മറ്റേ നോ ലുക്ക് 6 ഒക്കെ അടിക്കാൻ നോക്കും ഇത്രയും പ്രഷർ സിറ്റുവേഷനിൽ. സിറാജിന് ടൊക്ക് റബാഡ വാസ് ആക്ച്വലി നൈസ്. റബാഡയുടെ ബോളൊക്കെ വെട്ടിയുണ്ട പോലെയായിരുന്നു ചിലതൊക്കെ. ആരെയും മാണ്ടില്ല. സിറാജിന്റെ ഫസ്റ്റ് ഓവർ കിട്ടുമായിരുന്നു, എഡ്ജ് ആദ്യ സ്വിംഗ് ആയിരുന്നു. സഞ്ജു ഒക്കെ ഹെൽപ്ലെസ് ആയി. ആരെയും കുറ്റം വേണ്ട കാര്യമില്ല. സഞ്ജു മാക്സിമം റണ്ണ് കയറ്റാൻ നോക്കി, കാരണം ഒരു ഓവറിൽ ഒരു റണ്ണാണ് വന്നത്. ഇപ്പൊ പവർ പ്ലേയിൽ റണ്ണ് കയറ്റോ കണ്ണം പോയി. പിന്നെ വന്നവർക്കൊന്നും ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യണം എന്നുള്ളതൊന്നുമില്ല. ഡൂബയൊക്കെ തന്നി വേസ്റ്റ് ആട്ടോ, സീരിയസ്ലി സ്പീക്കിംഗ്. അതായത് ഇവര് CSK തോറ്റിരിക്കുന്ന വൺ ടീമിന്റെ അടുത്തൊന്നല്ല, ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒപ്പമാണ്. ഗുജറാത്ത് ടൈറ്റൻസില് ആ ഐ സുദർശനും ഗില്ലും ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ബട്ട്ലറും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ടീം ഒന്നുമില്ല. ഇവൻ വിക്കറ്റ്സ് എടുക്കാൻ പറ്റില്ല. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മൂക്കുപൊടിയിൽ വലിക്കാൻ പറ്റാത്ത അത്ര ടോട്ടൽ ഉണ്ടാക്കി വെച്ചിട്ട് അത് നിങ്ങൾ മറ്റേ ചേസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യണം പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യോഗമില്ല അമ്മണിയെ പായം മടക്കി വെച്ചേക്കും. അല്ലെങ്കിൽ അഗെയിൻ ശങ്കരൻ ഒന്ന് കോക്കനട്ട് ട്രീ പറയാം. ഇനി അടുത്ത കളി മുംബൈ ഇന്ത്യൻസിന്റെ ഒപ്പമാണ്. അതൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി വലിയ കാര്യമൊന്നും ഉണ്ട് തോന്നുന്നില്ല. പഞ്ചാബ് ഓൾറെഡി പ്ലേ ഓഫിൽ എന്തായാലും കയറും, RCB കയറും, ചിലപ്പോൾ മറ്റേ സൺറൈസേഴ്സ് കയറും, ഒന്നെങ്കിൽ രാജസ്ഥാനോ അല്ലെങ്കിൽ അപ്പൊ ഈ ഗുജറാത്ത് ടൈറ്റൻസോ ഡൽഹി ക്യാപിറ്റൽസോ കയറും. ഇത്ര തന്നെ ഉള്ളൂ. ചെന്നൈക്കൊന്നും ഒരു ഹോപ്പ് പ്രതീക്ഷിക്കേണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഇമ്പാക്ട് പ്ലെയറിനെ എവിടെ ഇറക്കണം എന്ന് അറിയണം. ആ സർഫറാസ് ഖാൻ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇറക്കിയിരിക്കുന്നത്. ആ സർഫറാസ് ഖാൻ വരും ബ്രെവിസോ അല്ലെങ്കിൽ ഇവൻ കാർത്തിക് ശർമ്മയോ ആ പണ്ടാറക്കാലം ഡൂബേനെ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ റിസൾട്ട് സെയിം ആയനെ, മാക്സിമം പോയി കഴിഞ്ഞാൽ ടക്ക് പോവും. അതന്നെയല്ലേ ഉണ്ടായത്. അത് കാരണം ചിലപ്പോൾ മുകേഷ് ചൗധരി വന്നിട്ട് വെച്ചാൽ ആ മറ്റേ കമ്പോജിനൊക്കെ അത്യാവശ്യം സ്വിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ പവർ പ്ലേയിൽ 1-2 വിക്കറ്റ് എടുത്തേക്കാം. ചിലപ്പോൾ കളിയുടെ ദിശ തന്നെ മാറിയേനെ. ഫ്ലമ്മിങ്ങിനൊക്കെ അത്രയും പെണ്ണ് പിടിച്ച് പുറത്താക്കുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. അശ്വിനൊക്കെ പറഞ്ഞൊക്കെ വളരെ നല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ജോബർഗ് സൂപ്പർ കിങ്സിനും അല്ലെങ്കിൽ ടെക്സസ് സൂപ്പർ കിങ്സിനും ഒരു തേങ്ങ എടുത്തിട്ടില്ല കപ്പ്. ഇങ്ങനെ തന്നെയാണ് കോച്ച്. എപ്പോഴും പോകും ഫൈനലിൽ നാണം കെട്ട് തോറ്റിട്ട് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു 5 കളി സൂപ്പറായി ജയിക്കും, ചിലപ്പോൾ പിന്നെ മറ്റേ ക്വാളിഫയറിൽ പോലും എത്തില്ല. അതാണ് അവസ്ഥ, ഞാൻ കാണാറുള്ളതാണ്. സോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നല്ല തേമ്പി തോറ്റു.